ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചിങ്ങം 1. നന്മയുടെ പൂവിതളുകൾ പറിച്ചു സ്നേഹത്തിൻ്റെ പൂക്കളമെഴുതാൻ ചിങ്ങപ്പുലരി ആഗതമായി. ഏവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷം ഈ ആലീസ് വേൾഡ് എന്ന ചാനലിലൂടെ ഞാൻ ആശംസിക്കുകയാണ്. ഈ ചിങ്ങപ്പുലരിയിൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ വെറൈറ്റി പ്ലാന്റുകളായിട്ടുള്ള ഏതൊക്കെ പ്ലാന്റുകളാണ് ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നത് എന്ന് കാണിച്ചു തരാം. ഇതാണ് റെഡ് ഹൈബ്രിഡ്, ജാബോട്ടിക്കാബ ഇനത്തിൽപ്പെട്ട റെഡ് ഹൈബ്രിഡ്. എപ്പോഴും പൂവുകൾ കാണാറുണ്ട്, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് മിൽക്ക് ഫ്രൂട്ടാണ്. ആദ്യം ഒന്ന് പൂവിട്ടു, എല്ലാം കൊഴിഞ്ഞു പോയി. പിന്നെ ഇതിപ്പം 3ാമത്തെ വർഷമാണ്. 2ാമത്തെ വർഷം കുറച്ച് കായ്കൾ കിട്ടിയിരുന്നു, നല്ല പരുവമായിട്ട് കിട്ടിയില്ല. ഇപ്പോൾ ധാരാളം പൂവുകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ധാരാളം പൂവുകൾ ഉണ്ട്. ഇനി ഇത് എങ്ങനെയാണ് കൊഴിഞ്ഞു പോകുമോ, എല്ലാം കിട്ടിയില്ലെങ്കിലും ഒരു 10-20 ഫ്രൂട്ടുകളെങ്കിലും കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പൂവുകളിങ്ങനെ ധാരാളം നിൽക്കുകയാണ്. പിന്നെ ഇതാണ് ലോങ്ങൻ ഫ്രൂട്ട്, ലോങ്ങണിൽ ഇടവ ലോങ്ങൺ. ഇതും പൂവിട്ടിട്ടുണ്ട്. ലോങ്ങൺ ഒരു 3-4 സൈസ് ഉണ്ട്. റൂബി ലോങ്ങൺ ചെറിയ കായ്കൾ വന്നു തുടങ്ങി. ചിങ്ങത്തിൽ പൂവിട്ട് നിൽക്കുന്ന ഫ്രൂട്ടുകളാണ്. ഇതാണ് റൂബി ലോങ്ങൻ എന്ന് പറയുന്നത്. ഇതിൽ ചെറിയ കായ്കളുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ കാണുന്നതാണ് അബിയു ആണ്. നമ്മുടെ വെറൈറ്റി ഫ്രൂട്ടുകളിൽ ഫസ്റ്റ് നമ്മൾ നട്ട പ്ലാന്റാണ് അബിയു. ധാരാളം കായ്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നുള്ള ധാരാളം തൈകളും നമുക്കിപ്പോൾ വിൽപ്പനയ്ക്ക് നിൽപ്പുണ്ട്. ആവശ്യക്കാർക്ക് വിളിക്കാം. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. പൂവിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയുമല്ലോ. 3 വർഷം ആകുമ്പോൾ കായ്ഫലം ഉണ്ടാകുന്നതാണ് അബിയു എന്ന പ്ലാന്റ്. തൈകൾ തന്നെ നട്ടാൽ മതി. ഇതിൻ്റെ സീഡ് നട്ട് തൈകളായിട്ടുള്ളതാണ് നമ്മുടെ ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം. ഇത് ധാരാളം പൂവുകൾ നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നമുക്ക് ധാരാളം കായ്കൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെയാണ് ബെയർ ആപ്പിളാണ് അടുത്തത് കാണുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇന്ന് ഫ്ലവറിങ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, വരും ദിവസങ്ങളിൽ കായ്കൾ കാണിക്കാം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്.